അങ്ങനെ ആ കോംപ്ലക്സ് എക്സിബിഷൻ കാണാൻ പോയി, കുറച്ച് കമ്പനികളൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ നല്ലൊരു ഓർഡർ കിട്ടി, അത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവർ ഹാപ്പിയായി. അതൊരു ഓയിൽ കമ്പനി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വളരെ ലോ കോസ്റ്റ് ആണല്ലോ, നമുക്കിത് കാര്യമായിട്ട് ഒരു കമ്പനിയാക്കി ചെയ്താലോ, ലാർജർ. അവർ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ അവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ അവർക്ക് കേരളത്തിൽ പറ്റില്ല, വേണ്ട കേരളമൊക്കെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു സിറ്റിയിൽ വേണം, ചെന്നൈ ആയാൽ ശരി, ചെന്നൈ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ ഞങ്ങൾ കാലിഫോർണിയ സോഫ്റ്റ്വെയർ, കാലിഫോർണിയയിൽ ഞാൻ ആദ്യം ചെന്നുകൊണ്ട് കാലിഫോർണിയയിലായിരുന്നു കോംപ്ലക്സ് എക്സിബിഷൻ, കാലിഫോർണിയ സോഫ്റ്റ്വെയർ എന്ന് പേര് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരും ഞങ്ങളും കൂടെ ചേർന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പക്ഷേ ന്യൂസ് വായിച്ചപ്പോൾ ടൈമിലൊക്കെ ഒരു പടം കണ്ടു, ഇങ്ങനെ ഇന്ത്യ ഹോൾ ജീനോം സീക്വൻസ്, ഹ്യൂമൻ്റെ ജീനോം ആദ്യമായിട്ട് സീക്വൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി, എന്താണ് ഇത്, എങ്ങനെയാണ് അത് കിട്ടുന്നത്, എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതൊരു നല്ല പൊട്ടൻഷ്യലുള്ള ഒരു നമ്മൾ പറയുന്ന ആഹാ മോമെന്റ് ആയി. സോഫ്റ്റ്വെയറിലേക്ക് ഇറങ്ങിയ ത്രില്ലിനെക്കാട്ടിലും തന്നെ ഒരു കൂടുതൽ ത്രില്ല് തോന്നി ഈ ജിനോമിക്സ് കണ്ടപ്പോൾ. പിന്നെ ആ ഒരു രണ്ടും നമ്മളൊരു കണക്ഷൻ എനിക്ക് തോന്നി. കാരണം ജിനോമിക്സ് കൊണ്ട് വരാൻ പോകുന്ന മെയിൻ തിങ് ഡാറ്റയാണ്. ഞാൻ സോഫ്റ്റ്വെയറിൽ മുഴുവൻ കഴിഞ്ഞ 15 കൊല്ലം 20 കൊല്ലം ചെയ്ത മുഴുവൻ ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഞാനൊരു ഹാൻഡ്സ് ഓൺ പ്രോഗ്രാമറായിട്ട് ലൈഫ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക, ബയോളജിസ്റ്റ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിന്റെ പവർ നമുക്ക് മനസ്സിലായി. അതായത് ഒരു ഓർഗാനിസം, എന്ത് ഓർഗാനിസം ആയാലും ലോകത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടോ അല്ലെ കേട്ടിട്ടോ ഉള്ള എനി ഓർഗാനിസം ഒരു കോഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു 4 ലെറ്റേഴ്സ് ഉള്ള AGCT, 4 കെമിക്കൽസിന്റെ ആ 4 ലെറ്റേഴ്സ് ഉള്ള ഒരു കോഡാണ് ലോകത്തിൽ എല്ലാം ലൈഫ് ഉണ്ടായാൽ മതി. അതായത് കഴിഞ്ഞൊരു 3-3.5 ബില്യൺ ഇയേഴ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഈ കോഡ് വെച്ചാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര അതിശയമായിരുന്നു. ഇത് നമ്മൾക്ക് കമ്പ്യൂട്ടേഴ്സിൽ പറ്റുന്നതിനെക്കാട്ടും ഒരു ഹ്യൂമാനിറ്റിക്ക് ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് ജിനോമിക്സ് ഡാറ്റ ആണെന്ന് എനിക്ക് തീർച്ചും ബോധ്യമായി. ഒരു സംശയം എനിക്കുണ്ടായിരുന്നത് 100%. എൻ്റെ മെൻറ്റർ ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റ് വഹിച്ചു. അങ്ങനെ ആ കെമോയിലെ വേറൊരു യൂറോപ്പിലുള്ളൊരു വലിയ, അതിലും വലിയൊരു കമ്പനി, ഒരു $multi-billion ഇവരും $multi-billion ആയിരുന്നു ആ സമയത്ത്. ഏകദേശം ഒരു $5 ബില്യൺ റവന്യൂ ഉള്ള ഒരു കമ്പനി ആയിരുന്നു കെമോയിൽ. പക്ഷെ ഒരു 50 ബില്യൺ റവന്യൂ ഉള്ള വേറെ വലിയ കമ്പനി ഇവരെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ലിസ്റ്റ് കിടക്കുന്നു. ഇത് നമ്മളോട് എന്താ ബന്ധം? വലിയ ശല്യമൊന്നും ഇല്ലാതെ ഒരാൾ ഓടിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അവരതിനെ അങ്ങ് ഓടാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ബോർഡിൽ അവതരിപ്പിച്ചു, ഞാനിങ്ങനെ ജിനോമിക്സിനെ പറ്റിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തു, എനിക്കിനി കാൽസോഫ്റ്റിനെ ജിനോമിക്സിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. യു മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞു. ഒന്നാമത് അത് കാൽസോഫ്റ്റുമായിട്ട് വലിയ ബന്ധമില്ല. രണ്ടാമത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തുവാ, നിങ്ങൾക്ക് ബയോളജി തന്നെ, നിങ്ങളെന്തോ പഠിച്ചു എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിൽ ആർക്കും വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷെ അപ്പോൾ എനിക്കൊരു നല്ല ചാൻസ്, അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് തിരിയാം അല്ലോ. ഒരു 3 years എനിക്കൊരു ഗുണം കിട്ടി. 3 years കാൽസോഫ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഈ വിൽപ്പനയൊക്കെ നോക്കുന്നു. എൻ്റെ ജിനോമിക്സ് കമ്പനി കൊച്ചിയിൽ കാക്കനാടിൽ കുറച്ച് സ്ഥലം കിട്ടി. അപ്പോൾ കാക്കനാട് സെസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ ഇന്ത്യയിലെ ഫസ്റ്റ് ജിനോം സീക്വൻസിങ് കമ്പനി ഞാനാണ് തുടങ്ങുന്നത് 2009. ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ്. അപ്പോൾ സ്കൂൾ തൊട്ട് എഞ്ചിനീയറിംഗ് കഴിയുന്നവരെ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്ത്, എഞ്ചിനീയറിംഗ് കഴിയുന്നവരെ തൃശ്ശൂരായിരുന്നു എൻ്റെ ജീവിതം. 1984 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ എൻ്റെ അന്നത്തെ ആഗ്രഹം തന്നെയായിരുന്നു എന്തെങ്കിലും ബിസിനസ്സിലേക്ക് തന്നെ പോകണം എന്നുള്ളത്. ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കൊണ്ട് മാത്രം പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് MBAക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ IIM കൽക്കട്ടയിൽ MBAക്ക് കിട്ടി. പിന്നെ IIM കൽക്കട്ടയിൽ നിന്ന് MBA എടുത്ത് 1987 ഞാൻ MBA കഴിഞ്ഞത്. അപ്പോൾ MBAയിലേക്ക് പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടേഴ്സ് എന്താണ്, ഒരു കമ്പ്യൂട്ടർ കാണുന്നത്. ലക്കിലി ആ 85 to 87 ടൈം ഫ്രെയിം കമ്പ്യൂട്ടറിൽ ഒരു നല്ല മാറ്റം വന്ന സമയമായിരുന്നു. കാരണം അന്നത്തെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഒക്കെ വന്ന് കമ്പ്യൂട്ടേഴ്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള റൂൾസ് എല്ലാം കുറേ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഒരു ടിപ്പിക്കലി ഒരു വെസ്റ്റേൺ കൺട്രീസിൽ പോയ ഒരു മെയിൻ ഫ്രെയിം ടു മിനി ഫ്രെയിം ടു പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളൊരു ജേണി ഇന്ത്യയിൽ ഉണ്ടായില്ല. ഇന്ത്യയിലൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ കുറച്ച് വലിയ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്നുള്ളതല്ലാതെ ഹോൾ രാജ്യം നേരെ അങ്ങ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിലേക്ക് പോയി. അപ്പോൾ 85 പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഫ്രീ ആയിട്ട്, അത് വെരി ലോ ഡ്യൂട്ടിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ അലോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ IIM കൽക്കട്ടയിലും അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ധാരാളം പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വെച്ചു, PCs എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്കൊക്കെ PCസിലേക്ക് ആക്സസ് കിട്ടി. അപ്പോൾ 24/7 കമ്പ്യൂട്ടർ സെന്റേഴ്സ് അവിടെ ഉണ്ട്. ഇന്നതൊക്കെ പറയുമ്പോൾ വലിയ സംഭവം അല്ല, പക്ഷെ അന്ന് അതൊക്കെ ഒരു വലിയ സംഭവമാണ്. കമ്പ്യൂട്ടേഴ്സ് കാണുന്നു, കമ്പ്യൂട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നു, കമ്പ്യൂട്ടേഴ്സിന് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയി ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കൽക്കട്ടയിൽ. അങ്ങനെ ഞാൻ അങ്ങ് അപ്പം തന്നെ തീരുമാനിച്ചു, ഈ കമ്പ്യൂട്ടേഴ്സ് ആർ ഗോയിങ് ടു സ്റ്റേ. ഇതായിരിക്കും അടുത്ത നമ്മുടെ സൊസൈറ്റിയിൽ വരുത്താൻ പോകുന്ന ഒരു വലിയ മാറ്റം കമ്പ്യൂട്ടേഴ്സ് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടേഴ്സിൽ അങ്ങ് സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല, അപ്പം തന്നെ എനിക്ക് ഉറപ്പായി ഇനി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ബിസിനസ് തുടങ്ങാം, എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും.
അത് അന്നത്ര ഒരു കോമൺ തിങ് അല്ല. ഇന്നിപ്പോ ഒരു ഓentrepreneur എന്നോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നോ പറയുമ്പോൾ അത് വളരെ ഒരു 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 ഇതാണ്, എവരിബഡി നോസ് അബൌട്ട് ഇറ്റ്. അന്ന് അങ്ങനെയല്ല. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു 125 സ്റ്റുഡൻസ് ഉള്ളതിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ അവിടെ പ്ലേസ്മെന്റിൽ പോകായിരുന്നു. ബാക്കി എല്ലാവരും പ്ലേസ്മെന്റ് സെല്ലി വഴി പോയിട്ട് നല്ല ജോലികൾ TCSലോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കമ്പനീസിൽ വിപ്രോയിലോ ഒക്കെ ജോലിക്ക് പോകും. അപ്പൊ ഞാൻ 2 പേര് പോകാന്നുള്ള ഒരാൾ ഓൾറെഡി ഒരു ബിസിനസ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ബിസിനസ്സിലേക്ക് തിരിച്ചുപോയി. ഞാൻ മാത്രമായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ഒരു കമ്പനി തുടങ്ങും എന്ന് പറഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ഞാനൊരു കമ്പ്യൂട്ടർ സെന്റർ തൃശ്ശൂർ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഇവിടെ വേറെ കമ്പ്യൂട്ടർ സെന്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് കാരണം ട്രെയിനിങ്ങും അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ആയിരുന്നു എൻ്റെ മെയിൻ ആക്ടിവിറ്റീസ്. കമ്പ്യൂട്ടേഴ്സ് പഠിക്കണമെന്ന് പലർക്കും താല്പര്യമുണ്ട്, ഗൾഫിലും പുറത്തേക്കും ഒക്കെ പോകാനായിട്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, പിന്നെ ചെറിയ ചില സ്ഥാപനങ്ങൾ കമ്പ്യൂട്ടേഴ്സ് വാങ്ങിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നത്തെ പോലെ സോഫ്റ്റ്വെയർ ഇല്ല, അതായത് സോഫ്റ്റ്വെയർ പാക്കേജ് ഇല്ല. ഇപ്പൊ ടാലിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഇപ്പം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജസ് ഇല്ല. അപ്പോൾ എന്ത് ആവശ്യത്തിനും ബേസിക് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാം വേണം. അല്ലെങ്കിൽ വെറുതെ എക്സലോ അല്ലെങ്കിൽ എക്സലല്ല അതുപോലത്തെ സ്പ്രെഡ്ഷീറ്റ് ഒന്നും ഉണ്ടായിരുന്ന, സ്പ്രെഡ്ഷീറ്റോ വേർഡ് സ്റ്റാറോ ഒക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലാതെ ഒരു കമ്പനിക്ക് ഉപയോഗിക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ വേണം. അതൊരു നല്ല പൊട്ടൻഷ്യൽ ആയിരുന്നു. ഞാനൊരു 3-4 സ്റ്റാഫിനെ ഹയർ ചെയ്ത് അങ്ങനെ കേരളത്തിലെ ഒരു 10, 100, 150 കസ്റ്റമേഴ്സ് എനിക്ക് പിന്നത്തെ ഒരു 3-4 കൊല്ലത്തിലുണ്ടായി. ഞാൻ തന്നെ ഞാനും എൻ്റെ ടീമും പ്രോഗ്രാം ചെയ്ത് അവരുടെ അക്കൗണ്ടിങ് സിസ്റ്റം, ഇൻവെന്ററി, ബില്ലിംഗ്, അങ്ങനെ ഔഷധി, മാനുവൽ സൺസ് ആയിരുന്നു അന്ന് ഇവിടുത്തെ ഒരു കമ്പനി, PSN ഓട്ടോമൊബൈൽസ്, തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ, ദീപിക പത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തു. കുറച്ച് റവന്യൂ ഒക്കെ കിട്ടി. അങ്ങനെ ഒന്ന് ഗ്രോ ചെയ്തു. അടുത്ത് 3-4 കൊല്ലം കൊണ്ട് ഞാൻ ഗ്രോ ചെയ്തു. പക്ഷെ അപ്പോഴും പെട്ടെന്ന് മനസ്സിലായി ഒരു ലിമിറ്റഡ് മാർക്കറ്റേ ഉള്ളൂ ഇവിടെ, ഇതിൽ കൂടുതൽ വളരാൻ പറ്റില്ല. ഞാൻ അപ്പോഴാണ് US ആണ് എനിക്ക് ഒരു പൊട്ടൻഷ്യൽ സ്കോപ്പ് കിട്ടി. അങ്ങനെ ഒരു പ്രോജക്റ്റിന് വേണ്ടി US പോയി. അത് പ്രോജക്റ്റ് ആയിട്ടാണ് പോയത്, പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പോയത്, അല്ല ജോലിക്കോ അങ്ങനെ പോയതല്ല. ഒരു ഫ്രണ്ട് വഴി അവിടെ ഒരു ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു എക്സിബിഷൻ ഒന്നുണ്ട്, കോംടെക്സ് എന്ന് പറയും. കോംടെക്സ് ഇപ്പം ഇല്ല, പക്ഷെ ആ കാലത്ത് വെരി ഫേമസ് ആണ്, കമ്പ്യൂട്ടേഴ്സിൽ ഫേമസ് ആണ് കോംടെക്സ് എക്സിബിഷൻ. അപ്പോൾ കോംടെക്സ് എക്സിബിഷൻ ഇവിടുന്ന് US കോൺസുലേറ്റ് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാൻ പത്രത്തിൽ കണ്ടതാണ്. അങ്ങോട്ട് ആൾക്കാർക്ക് പോകാം, ഒരു വിസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോംടെക്സ് എക്സിബിഷൻ കാണാൻ പോയി, കുറച്ച് കമ്പനികളൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ നല്ലൊരു ഓർഡർ കിട്ടി, അത് ചെയ്തു കൊടുത്തു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവർ ഹാപ്പിയായി. അതൊരു ഓയിൽ കമ്പനി ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വളരെ ലോ കോസ്റ്റ് ആണല്ലോ, നമുക്കിത് കാര്യമായിട്ട് ഒരു കമ്പനിയാക്കി ചെയ്താലോ, ലാർജർ. അവർ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ അവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ അവർക്ക് കേരളത്തിൽ പറ്റില്ല, വേണ്ട കേരളമൊക്കെ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു സിറ്റിയിൽ വേണം, ചെന്നൈ ആയാൽ ശരി, ചെന്നൈ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈയിൽ ഞങ്ങൾ കാലിഫോർണിയയിൽ ഞാൻ ആദ്യം ചെന്നുകൊണ്ട് കാലിഫോർണിയയിലായിരുന്നു കോംടെക്സ് എക്സിബിഷൻ. കാലിഫോർണിയ സോഫ്റ്റ്വെയർ എന്ന് പേര് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരും ഞങ്ങളും കൂടെ ചേർന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവർ മെയിൻ കസ്റ്റമർ അവർ തന്നെയായിരുന്നു ആദ്യത്തെ 1-2 കൊല്ലം. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്ത് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടി, കമ്പനി അതൊക്കെ ഗ്രോ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പബ്ലിക്ക് പോയി. പക്ഷെ അന്ന് ഇവിടെ VC ഫണ്ടിങ്ങോ അങ്ങനെയൊന്നുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഒന്നും ഉള്ള സമയമല്ല. അപ്പോൾ കുറച്ച് മണ്ടത്തരം പറ്റി കുറച്ച് നേരത്തെ പബ്ലിക്ക് പോയി, ചെറിയ കമ്പനി ആയിരുന്നു. പക്ഷെ അതിന് എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഡിഡ് റീസണബിളി വെൽ. അപ്പം നല്ല ഒരു പിന്നത്തെ പിന്നെ ഒരു 15 കൊല്ലത്തോളം, അതായത് ഒരു 1990 തുടങ്ങിയിട്ട് ഒരു 2005 വരെ ഞാൻ നല്ല അഗ്രസീവായിട്ട് ഇതിനെ ഗ്രോ ചെയ്യായിരുന്നു. ഒരു 7-8 രാജ്യങ്ങളിൽ ഓഫീസസായി. ഞാൻ കൂടുതൽ സമയം US സ്പെൻഡ് ചെയ്തിരുന്നത്. ഇടയ്ക്ക് വരും. ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈ തന്നെയായിരുന്നു, ലിസ്റ്റിങ്ങും ഇന്ത്യ തന്നെയായിരുന്നു, പബ്ലിക് ലിസ്റ്റിങ്ങും. അപ്പോൾ ആ സമയത്താണ് ഒരു 2004-2005 സമയത്താണ് എനിക്ക് സയൻസ് ഇഷ്ടമാണ്. അപ്പോൾ സയൻസ് ഇങ്ങനെ വായിക്കും. പക്ഷേ ഫിസിക്സുകാരായിരുന്നു ഞാൻ കൂടുതലും. ബയോളജി ഒന്നും പഠിച്ചിട്ടേ ഇല്ല. 10ാം ക്ലാസ് വരെ ബയോളജി പഠിച്ചു എന്നുള്ളത്. ബയോളജി പിന്നെ നോക്കിയിട്ടുമില്ല. സയൻസ് ഐ കീപ് കണ്ടിന്യൂസ്ലി റീഡിങ്, ഫിസിക്സ് അപ്പോൾ പക്ഷെ ന്യൂസ് വായിച്ചപ്പോൾ ടൈമിലൊക്കെ ഒരു പടം കണ്ടു, ഇങ്ങനെ ഹോൾ ജീനോം സീക്വൻസ്, ഹ്യൂമന്റെ ജീനോം ആദ്യമായിട്ട് സീക്വൻസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി. എന്താണ് ഇത്, എങ്ങനെയാണ് അത് കിട്ടുന്നത്, എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതൊരു നല്ല പൊട്ടൻഷ്യലുള്ള ഒരു നമ്മൾ പറയുന്ന ആഹാ മോമെന്റ് ആയി. ഇതൊരു ലോകം തന്നെ മാറ്റുന്ന, അത് എനിക്ക് തോന്നി നമ്മുടെ സ്പീഷീസ് തന്നെ, ഹ്യൂമൻ സ്പീഷീസ് തന്നെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് ഇതെന്ന് ഏറ്റവും എൻ്റെ തോന്നൽ കേട്ടോ, ശരിയാവണമെന്നില്ല. എനിക്ക് തോന്നി ഇതാണ് ബിഗസ്റ്റ് ഡിസ്കവറി. അപ്പോൾ സോഫ്റ്റ്വെയറിലേക്ക് ഇറങ്ങിയ ത്രില്ലിനെക്കാട്ടിലും തന്നെ ഒരു കൂടുതൽ ത്രില്ല് തോന്നി ഈ ജിനോമിക്സ് കണ്ടപ്പോൾ. പിന്നെ രണ്ടും നമ്മളൊരു കണക്ഷൻ എനിക്ക് തോന്നി. കാരണം ജിനോമിക്സ് കൊണ്ട് വരാൻ പോകുന്ന മെയിൻ തിങ് ഡാറ്റയാണ്. ഞാൻ സോഫ്റ്റ്വെയറിൽ മുഴുവൻ കഴിഞ്ഞ 15 കൊല്ലം 20 കൊല്ലം ചെയ്ത മുഴുവൻ ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. അതും കൂടുതലും ഞങ്ങളുടെ സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഒരു പ്രത്യേക ലൈനിലേക്ക് ഒരു യാദൃച്ഛികമായി പോയത്. ഞങ്ങൾ കുറേ ഡാറ്റ ഫോക്കസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ചാറ്റ് ആൻഡ് സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും. കൂടുതലും വലിയ കമ്പനികളൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാമിംഗ് കൂടുതൽ ചെയ്യുന്നത്, ബാങ്ക്സിനും അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കും ഒക്കെ വേണം.
ഞങ്ങൾ യാദൃശ്ചികമായി കടന്നു പോയത് സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ്, അതായത് നിങ്ങളുടെ ഫോണിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുക. ഫോണിലെ ആപ്സ് അല്ല കേട്ടോ, അന്ന് ആപ്സ് ഒന്നും ഇല്ല. ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ മാറ്റി കൊടുക്കും, ഇപ്പോൾ ഒരു ഫ്ലാഷ് എങ്ങനെ കയറ്റി കൊടുക്കും, ഫ്ലാഷ് ആണ് അന്ന് അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും. അപ്പൊ കുറച്ചും കൂടെ ഡിവൈസിനോട് ലോവർ ലെവൽ പ്രോഗ്രാമിംഗ് ആയിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ഡാറ്റയെ ശരിക്കും അതുപോലെ സിസ്റ്റം ലെവൽ ചെയ്യുന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഹാൻഡ്സ് ഓൺ പ്രോഗ്രാമറായിട്ട് ലൈഫ് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക, ബയോളജിസ്റ്റ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിന്റെ പവർ നമുക്ക് മനസ്സിലായി. അതായത് ഒരു ഓർഗാനിസം, എന്ത് ഓർഗാനിസം ആയാലും ലോകത്തിലുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടോ അല്ലെ കേട്ടിട്ടോ ഉള്ള എനി ഓർഗാനിസം ഒരു കോഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു 4 ലെറ്റേഴ്സ് ഉള്ള AGCT 4 കെമിക്കൽസിന്റെ ആ 4 ലെറ്റേഴ്സ് ഉള്ള ഒരു കോഡാണ് ലോകത്തിൽ എല്ലാ ലൈഫ് ഉണ്ടായ മതി. അതായത് കഴിഞ്ഞൊരു 3-3.5 ബില്യൺ ഇയേഴ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഈ കോഡ് വെച്ചാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര അതിശയമായിരുന്നു, ആഹാ മൊമെന്റ് ആയിരുന്നു. കാരണം സോഫ്റ്റ്വെയറിൽ പോലും നമ്മൾ കുറേ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം C തുടങ്ങി, ബേസിക് C, ഫോർട്രാൻ, ജാവ, C++, അങ്ങനെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആട്ടോ. കമ്പ്യൂട്ടർ ലാംഗ്വേജ് സെയിം ആണ്. 0 and 1 മാത്രമേ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിംഗ് സൗകര്യത്തിനും ഈ ചിപ്പിനെ ഉപയോഗിക്കാനുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് വേണ്ടി ഒന്നും ഞാൻ പറയാം ഈ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് കമ്പ്യൂട്ടേഴ്സിൽ പറ്റുന്നതിനെക്കാട്ടും ഒരു ഹ്യൂമാനിറ്റിക്ക് ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് ജിനോമിക്സ് ഡാറ്റ ആണെന്ന് എനിക്ക് തീർച്ചും ബോധ്യമായി. ഒരു സംശയം ഉണ്ടായിരുന്നത് 100%. ഇതിപ്പം ആ ഡാറ്റ അനാലിസിസ് സ്കിൽസ് അല്ലാതെ ഫണ്ടമെന്റൽ സ്കിൽസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അല്ലേ. ഇപ്പോൾ നമ്മള് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും ജിനോമിക്സ് ഇൻഡസ്ട്രിയും തമ്മിൽ യാതൊരു കണക്ഷൻ തന്നെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. സോഫ്റ്റ്വെയർ ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്ന പേര് പറയുന്നത്. ബയോ ഇൻഫർമാറ്റിക്സ് ഒരു സെഗ്മെന്റ് ഉണ്ട്. അതും ഒരു ടിപ്പിക്കൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാമർക്ക് ബയോ ഇൻഫർമാറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല. അതിനായിട്ട് പഠിക്കണം. കാരണം ഈ ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് 4 ലെറ്റർ എന്ന് പറഞ്ഞെങ്കിലും കുറച്ചധികം ഉണ്ട് അത് മനസ്സിലാക്കാനായിട്ട്. പിന്നെ വളരെ അധികം ഡാറ്റയുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. കാരണം നമ്മുടെ ജീനോംസ് വളരെ കോംപ്ലക്സ് ആണ്. അപ്പൊ 4 ലെറ്റർ എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു ഹ്യൂമന്റെ ജീനോം എടുത്ത 3 × 10⁹ ലെറ്റേഴ്സ് ഉണ്ട് ഒരു സ്ട്രാൻഡ് തന്നെ. 2 സ്ട്രാൻഡ് ആണല്ലോ DNA സ്ട്രക്ചർ. അപ്പൊ 6 ബില്യൺ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഒരു റീഡായിട്ട് എടുക്കാന്ന്. പക്ഷെ സീക്വൻസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിൽ അങ്ങനെ 1 ലെറ്ററിനെ കൃത്യമായിട്ട് കിട്ടില്ല. ആ ലെറ്ററിനെ നമ്മൾ കുറെ പ്രാവശ്യം റീഡ് ചെയ്യണം. ഓപ്റ്റിക്സ് വെച്ചിട്ടാണ് അത് നോക്കുന്നത്, ആ കെമിക്കലിനെ റീഡ് ചെയ്യുന്നത്. അപ്പം ആ ഡാറ്റ ഫയൽസ് ഒക്കെ ഭയങ്കര അധികമാണ്. കാരണം 100x ഒക്കെ റീഡ് ചെയ്യും. 100x എന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററും 100 ടൈംസ് നമ്മുടെ സീക്വൻസിങ് മെഷീൻ റീഡ് ചെയ്യും. അപ്പൊ 100 ടൈംസ് ഡാറ്റയായി. അതെ, അപ്പൊ 600 ബില്യൺ ഡാറ്റ പോയിന്റ്സ് ആയി ഒരാളുടെ ഹ്യൂമൻ. അപ്പോ അത് ഞാനും നിങ്ങളും തമ്മിൽ ഒരു 1% പോലും അല്ല, ഒരു 0.1% ഡിഫറൻസേ ഉള്ളൂ തന്നെ. അപ്പൊ അത് ഏതൊക്കെ ലെറ്റേഴ്സിലുള്ള ഡിഫറൻസ്? അപ്പൊ ഇതിനകത്തുള്ള ലെറ്റേഴ്സിലുള്ള ഡിഫറൻസ് ആണ് നമ്മളുള്ള ഡിഫറൻസ്. ഞാൻ സുന്ദരമായിട്ടിരിക്കുന്നത് എൻ്റെ ചില ലെറ്റേഴ്സ് നല്ല ലെറ്റേഴ്സ് ആയി കൊണ്ടുപോകും. ചിലരുടെ സ്കിൻ കളർ നന്നാവുന്നത് 4 ലെറ്റേഴ്സേ ഉള്ളൂ. ശരി, ജീനോമിൽ പലയിടത്തുള്ള ഒരു 4 ലെറ്ററിന്റെ ചേഞ്ച് കൊണ്ടാണ് നമ്മുടെ സ്കിൻ കളർ മാറുന്നത്. ഇങ്ങനെ ചില അസുഖങ്ങൾ വരുന്നതും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ജീൻ. അപ്പൊ ഇതുകൊണ്ട് ഈ ഡാറ്റ പ്രോസസ്സിങ് കുറച്ചുകൂടി ഒരു ഡിഫറൻറ്റ് സ്കെയിലാണ്. അന്ന് സോഫ്റ്റ്വെയറിൽ ടിപ്പിക്കലി ഉപയോഗിക്കുന്ന ഡാറ്റ പ്രോസസ്സിങ് അല്ല. പിന്നെ ടിപ്പിക്കലി ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇ-കോമേഴ്സ് ഒക്കെ അന്ന് വന്നിരുന്നു. അപ്പൊ അവിടെ ലാർജ് ഡാറ്റ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഡാറ്റയും ഈ ഡാറ്റയും രണ്ട് തട്ടിലാണ്. ഇപ്പൊ പലരും പറയും ബാങ്കുകൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഞങ്ങൾ മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കോൺസെപ്റ്റ് അല്ല ഇവിടെ. അവിടുത്തെ ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗും അല്ല ഇവിടെ പ്രോസസ്സിംഗ്. അവിടെ ആ ഡാറ്റ ഒരു സ്റ്റാൻഡ് അലോൺ ആണ്. അപ്പോൾ ഒരാളുടെ പാറ്റേൺ എടുക്കണം, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് നോക്കണം. അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡാറ്റ പോയിന്റ്സ് ആയിരിക്കും എടുക്കുന്നത്. അതൊക്കെ ഒരു ലീനിയർ ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഇതിപ്പോ ഞാൻ എന്റെ ജീനോമും നിങ്ങളുടെ ജീനോമും കൂടെ കമ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 100 പേരുടെ ഒരു റിസർച്ച് ചെയ്യണം. ഇപ്പൊ ഒരാൾക്കൊരു അസുഖം വന്നു, അതിനകത്തൊരു ജീൻ ആണ്, അതിനകത്ത് ഒരു ചേഞ്ച് ആണ് വ്യത്യാസം കാണുമെങ്കിൽ അത് ചിലപ്പോൾ ഒരു 1000 പേരുടെ ജീനോമുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ അങ്ങനെ കമ്പാരിസൺസിലും പാറ്റേൺ മാച്ചിങ്ങിലും ഒക്കെയാണ് ജീനോമിക്സ് മുന്നോട്ട് നീങ്ങേണ്ടത് അന്ന് തന്നെ മനസ്സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്ര ഒരു ട്രാൻസ്ലേഷൻ ഇല്ല ഓണസ്റ്റ്ലി പറയാം. പക്ഷെ നമുക്ക് സോഫ്റ്റ്വെയർ എന്താണോ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് പറ്റുന്നതും അത് കുറച്ചൊരു ഇതുണ്ട്. മറ്റേത് പഠിക്കുക തന്നെ വേണ്ടിയുണ്ട്. അപ്പൊ എനിക്കൊരു 2004-2005 തൊട്ട് 2009 വരെ ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ കമ്പനി റൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ശരിക്കിരുന്ന് ഈവനിങ് ക്ലാസ്സസിന് പോയി. US-ലായിരുന്നുകൊണ്ട് അത് എളുപ്പമുണ്ട്. ബെർക്ലിയുടെ ഈവനിങ് കോഴ്സസ്, പിന്നെ അങ്ങനെ പോയിട്ട് ക്ലാസ്സസിന് പോയി മൈക്രോബയോളജിയും സെൽ ബയോളജിയും എല്ലാം നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് പിടിച്ചു. എനിക്ക് ലാബിൽ കയറി ചെയ്യാൻ അറിയില്ല. പ്രോഗ്രാമിങ്ങിൽ ഞാൻ ഹാൻഡ്സ് ഓൺ ആയിരുന്ന പോലെ ഇതിൽ പറ്റില്ലായിരുന്നു. പക്ഷെ എന്താണ് മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ സോഫ്റ്റ്വെയറിൽ എനിക്ക് ഫസ്റ്റ് കസ്റ്റമറെ എനിക്ക് കോളേജിൽ IIM കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കിട്ടി.
കാരണം ഞാനിവിടെ എൻ്റെ അച്ഛൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറായിരുന്നു. അപ്പോൾ അച്ഛൻ കുറേ വർക്കൊക്കെ ചെയ്യും, വരയ്ക്കും. ഞാൻ അപ്പോൾ അവിടെ ചെന്ന് കമ്പ്യൂട്ടർ കണ്ടപ്പോഴേ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ നമുക്ക് വീട്ടിൽ. ഇതിന് കമ്പ്യൂട്ടർ കൊണ്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ അച്ഛനെ കൊണ്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഇവിടെ നിന്നും ആരുമില്ല, കൊച്ചിയിൽ സപ്ലൈ ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പ്യൂട്ടർ തെറ്റി ഒരു വീട്ട് അഡ്രസ്സിലേക്കാണ് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചേക്കുന്നത്. ഇവിടെ അവർ ആകപ്പാട് ഒരു കമ്പനിക്ക് മാത്രമേ ഒരു കമ്പ്യൂട്ടർ കിട്ടുള്ളൂ. ഒരു പീസ് അവർ വിചാരിച്ച് തെറ്റി വല്ല ഓർഡർ ചെയ്തായിരിക്കും. ചായലിങ് വന്നു, എന്താ നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നതെന്ന് ചോദിക്കാനായിട്ട് എൻ്റെ ഫാദർ പറഞ്ഞു, എൻ്റെ മോൻ IIM കൽക്കട്ടയിൽ പഠിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു ഇത് വാങ്ങിച്ചാൽ അച്ഛൻ്റെ ജോലിയൊക്കെ കുറേ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റും, അതാണ് വാങ്ങിച്ചു. അപ്പോൾ മോൻ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ അയാൾ വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറ്റും, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കേരള ഗവൺമെന്റ് ഒരു ഓർഡർ കിട്ടി എനിക്ക് കുറേ PCs. പക്ഷെ അവർ മസ്റ്റ് പറയുന്നത് ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ ഒരു മലയാളം വേർഡ് പ്രോസസ്സർ കൊടുക്കും. അന്ന് വേർഡ് പ്രോസസ്സ് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. വേർഡ് പ്രോസസ്സർ നമ്മൾ അടിക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് മലയാളം വരണം, പ്രിന്റ് ചെയ്യാൻ പറ്റണം മലയാളം. അപ്പോൾ ഞാൻ ആ പ്രോജക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ ഒരു ഓർഡർ എടുത്തു, തിരിച്ചു ചെന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തട്ടിക്കുട്ടിയെ കുറച്ച് പിള്ളേരെയൊക്കെ എടുത്ത് പിന്നെ അവിടെ വന്നു. അങ്ങനെ അപ്പോൾ ഞാൻ മീൻ ചെയ്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. അങ്ങനെ പിന്നെ അടുത്ത ഇവിടെ വന്നു, കമ്പനി തുടങ്ങി. ഇവിടെ ആരുമില്ല, അപ്പോൾ അത് കാരണം എളുപ്പമായിരുന്നു. അപ്പോൾ ഒരു വേറെ വലിയൊരു സപ്പോർട്ടോ ഫിനാൻസിങ്ങോ ഒന്നും ആദ്യത്തെ ജേണിയിൽ വേണ്ടി വന്നില്ല. അവിടുന്ന് പോയി ഞാൻ ഒരു ഓയിൽ കമ്പനി ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലേ കസ്റ്റമർ, അതൊരു വലിയ കമ്പനിയായിരുന്നു. അപ്പോൾ അതിന്റെ CEO ചെയർമാൻ ആയിരുന്നു മേ ബി എൻ്റെ മെന്റർ എന്ന് പറയും പിന്നത്തെ അടുത്ത സ്റ്റേജ് ഗ്രോത്തിൽ. അദ്ദേഹത്തിന്റെ ധാരാളം ഇൻപുട്ടും സഹായവും ഫ്രീ ആയിട്ട് കിട്ടി, കാരണം അവർ നമ്മുടെ പാർട്ട്ണറായിരുന്നു. പിന്നെ എന്നോട് അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി ഇത് ഇയാൾ ചെയ്യുന്ന കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു മെന്ററായിട്ട് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ ഒരു മെന്ററായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹേർഡിൽസ് ബിസിനസ്സിൽ എപ്പോഴും പറ്റും. ഞങ്ങൾ ബിസിനസ്സിൽ പോയിരുന്നു, ചിലപ്പോൾ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലം. പിന്നെ ഞാൻ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്ന സമയത്താണ് .com ബസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ചില തെറ്റായ ഡിസിഷൻസ് ബിസിനസ്സിൽ എടുക്കും. ഞാനൊരു ആദ്യം തന്നെ ഒരു തെറ്റായ ഡിസിഷൻ 1-2 ഡിസിഷൻ എടുത്തു സോഫ്റ്റ്വെയറിൽ. ഞാൻ തന്നെ പ്രോഗ്രാമർ ആയതുകൊണ്ട് എനിക്ക് അന്നൊക്കെ എല്ലാ കമ്പനീസും ഗ്രോ ചെയ്തിരുന്നത് ഈ ബോഡി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി. അതായത് ഇവിടുന്ന് 10 പേരെ വിസയിൽ കൊണ്ടുപോകും, അവിടെ 10 കമ്പനിയിലേക്ക് അങ്ങ് വിടും, നല്ല പൈസ കിട്ടും. അത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നമ്മൾ വളർത്തുന്ന പ്രോഗ്രാമേഴ്സ് ഇവരെ ഞാൻ മറ്റിടത്തേക്ക് വിടൂല. അപ്പോൾ ഒരു നല്ലൊരു ഗ്രോത്ത് പാത്ത് അങ്ങ് മിസ് ചെയ്ത് പോയി. സെക്കൻഡ് ഒരു ഗ്രോത്ത് പാത്ത് മിസ് ചെയ്ത് പോയി ഈ Y2K വന്നപ്പോൾ. അപ്പോൾ അതിപ്പോൾ പഴയ കോബോളിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ കട്ടിങ് എഡ്ജ് ടെക്നോളജിയിലും ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിങ്ങിലും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും കുറച്ചൊരു ബിസിനസ് വേണ്ട പോലെ ഗ്രോ ചെയ്തു. പ്രോഫിറ്റബിൾ നന്നായി പോകുന്നു, കമ്പനി ഗ്രോ ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ കമ്പനി ഉണ്ടല്ലോ, ഇൻഫോസിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ കൂടുതലും ഞങ്ങളെപ്പോഴുള്ളത് അവരൊക്കെ കുറേയും കൂടെ നന്നായിട്ട് ഗ്രോ ചെയ്തു. അങ്ങനെ പിന്നെയും അതിൽ തന്നെ പിടിച്ചു. പക്ഷെ ഞങ്ങൾ തിരക്കേടില്ലായിരുന്നു. എനിക്കൊരു 10,200 എംപ്ലോയീസോളം പ്രോഗ്രാമേഴ്സോളം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് വിടാൻ തീരുമാനിക്കുമ്പോൾ. അപ്പോൾ വിടാൻ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം ഒരു ജേർണിയിൽ ഒരു സ്പ്ലിറ്റിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു പ്ലാൻ കാൽസോഫ്റ്റിന്റെ തന്നെ ഒരു ജിനോമിക്സ് യൂണിറ്റ് തുടങ്ങി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നുള്ള ഒരു കോമൺ ചോദിച്ചല്ലോ നേരത്തെ. അപ്പോൾ ആ കോമൺ ഉപയോഗിച്ചിട്ട് അത്രയും നാൾ ബിൽഡ് ചെയ്തൊരു കമ്പനിയല്ലേ. അപ്പോൾ അതിനെ വെച്ചാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടല്ലോ ഇനി ഗ്രൗണ്ട് അപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും പക്ഷേ ആ സമയത്ത് കുറച്ച് എൻ്റെ മെന്റർ ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റ് വെച്ചു. അങ്ങനെ ആ കെമോയിലെ വേറൊരു യൂറോപ്പിലുള്ളൊരു അതിലും വലിയൊരു കമ്പനി, ഒരു $multi-billion ഇവരും $multi-billion ആയിരുന്നു ആ സമയത്ത്. ഏകദേശം ഒരു $5 ബില്യൺ റവന്യൂ ഉള്ള ഒരു കമ്പനി ആയിരുന്നു കെമോയിൽ. പക്ഷെ ഒരു 50 ബില്യൺ റവന്യൂ ഉള്ള വേറെ വലിയ കമ്പനി ഇവരെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബാലൻസ് ഷീറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ലിസ്റ്റ് കിടക്കുന്നു. ഇത് നമ്മളുമായിട്ട് എന്താ ബന്ധം? വലിയ ശല്യമൊന്നും ഇല്ലാതെ ഒരാൾ ഓടിക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അവരതിനെ അങ്ങ് ഓടാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ബോർഡിൽ അവതരിപ്പിച്ചു, ഞാനിങ്ങനെ ജിനോമിക്സിനെ പറ്റിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തു. എനിക്കിനി കാൽസോഫ്റ്റിനെ ജിനോമിക്സിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. യു മസ്റ്റ് ബി ക്രേസി. ഒന്നാമത് അത് കാൽസോഫ്റ്റുമായിട്ട് വലിയ ബന്ധമില്ല. രണ്ടാമത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തുവാ, നിങ്ങൾക്ക് ബയോളജി തന്നെ നിങ്ങളെന്തോ പഠിച്ചു എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ അതിൽ ആർക്കും വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷെ അപ്പോൾ എനിക്കൊരു നല്ല ചാൻസ് ഞാൻ പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് പിരിയാൻ നല്ലൊരു സമയമാണല്ലോ 2000. നിങ്ങൾ കമ്പനി ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പിരിയാം, പക്ഷെ നിങ്ങളുണ്ടാക്കിയ കമ്പനി 20 കൊല്ലത്തോളമായി, നിങ്ങളിത് എന്തെങ്കിലും തീർപ്പാക്കിയിട്ട് പോകും, അല്ലാതെ ഞങ്ങളോട് ഇതിന് ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങളുടെ സെറ്റപ്പ് ഞങ്ങൾക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രി. അപ്പോൾ അതിന് നിങ്ങൾക്ക് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം, കുറച്ച് ബോണസ് വാട്ട് ഫോർ either selling it or whatever I wanted to do, finish that chapter off. അപ്പോൾ ഞാൻ ഈ ഗ്രോ ചെയ്ത സമയത്ത് ഞാൻ വേറെ കുറെ കമ്പനീസിനെ അക്വയർ ചെയ്തിരുന്നു. ഇപ്പൊ ജപ്പാൻ്റെ ഒരു കമ്പനി, UK ഒരു കുറച്ച് കമ്പനീസ്. അപ്പൊ അതൊന്നും എൻ്റെ അത്ര കമ്പനിക്ക് ലാഭമാണ്. ഭയങ്കര പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 50% അല്ലെങ്കിൽ 70% ഒക്കെ ഓരോ കമ്പനീസിനെ വാങ്ങിച്ചു. അപ്പോൾ വേറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. വേറെ ഷെയർ ഹോൾഡേഴ്സ് അല്ല ഞാൻ മീൻ ചെയ്ത് എന്നെ പോലുള്ള പ്രൊഫഷണൽസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പൊ അവരെ വെറുതെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ഒരാൾക്കായിട്ട് വിൽക്കാനും പറ്റില്ല. ഞാൻ കമ്പനി കാൽസോഫ്റ്റിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്
അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ചെറിയ ചെറിയ 1-2 കമ്പനീസിനൊക്കെ അങ്ങ് അത് തന്നെ അങ്ങ് അതിൻ്റെ കൊടുത്തു. ഇപ്പൊ ജപ്പാനിലെ കമ്പനി അത് നടത്തിയിരുന്ന ആൾക്ക് തന്നെ അങ്ങ് ചെറിയ പൈസയ്ക്ക് കൊടുത്തു. വലിയ കമ്പനീസിനെ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ആയിട്ട് ആദ്യത്തെ കമ്പനി 3 യൂണിറ്റ്സിനെ ഞാൻ വിറ്റു. ലാസ്റ്റ് യൂണിറ്റിനെ എനിക്ക് വിൽക്കാൻ പറ്റിയില്ല. പിന്നത്തെ 3 years, അതായത് 2009 to 2012. അതിന്റെ പാരലി ഞാൻ എൻ്റെ ഫസ്റ്റ് ജിനോമിക്സ് കമ്പനി തുടങ്ങി, സൈജിനോ. ഇവരെല്ലാവരോടും പറഞ്ഞുകൊണ്ട് തന്നെ, കാരണം ഞാനൊരു പബ്ലിക് കമ്പനിയുടെ CEO ആണ്, എം ഡി എന്നാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറുകയാണ്, ഇതാണ് ഞങ്ങളുടെ പ്ലാൻ, ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യാൻ പോകും. അപ്പോൾ അതുകൊണ്ട് 4ാമത്തെ യൂണിറ്റ് പിന്നെ ഇവരങ്ങ് അതിൻ്റെ ആൾക്കാർ തന്നെ എടുത്തു. അതുകൊണ്ട് ആ കാൽസോഫ്റ്റ് ഇപ്പോഴും നിൽക്കുന്നത്. ശരിക്കും ഒറിജിനൽ കാൽസോഫ്റ്റ് അല്ല, കാൽസോഫ്റ്റ് ഒരു ചെറിയ ഭാഗമാണ്, ബാക്കി ഉണ്ടായിരുന്നതാണ്. അവർ ആ ലിസ്റ്റിംഗ് ഒന്നും കളഞ്ഞില്ല. അപ്പം ലിസ്റ്റിംഗ് കളയാതെ, പബ്ലിക് ലിസ്റ്റിംഗ് കളയാതെ അത് കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് കണക്ഷൻ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഷെയറൊക്കെ വിറ്റു. അത് വെച്ചിട്ടാണ് ഞാൻ സൈജിനോ എന്ന് പറഞ്ഞ എൻ്റെ ഫസ്റ്റ് ജിനോമിക്സ് കമ്പനി കൊച്ചിയിൽ തുടങ്ങുന്നത് 2009. ഒരു 3 years എനിക്കൊരു ഗുണം കിട്ടി. 3 years കാൽസോഫ്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഈ വിൽപ്പനയൊക്കെ നോക്കുന്നു. എൻ്റെ ജിനോമിക്സ് കമ്പനി കൊച്ചിയിൽ കാക്കനാടിൽ കുറച്ച് സ്ഥലം കിട്ടി. അപ്പോൾ കാക്കനാട് സെസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ ഇന്ത്യയിലെ ഫസ്റ്റ് ജിനോം സീക്വൻസിങ് കമ്പനി ഞാനാണ് തുടങ്ങുന്നത് 2009. ജിനോമിക്സ് ഈ സീക്വൻസിങ് എക്യുപ്മെന്റ് ഒക്കെ US നിന്ന് കൊണ്ടുവന്ന് 2009 ആയപ്പോഴേക്കാണ് എനിക്കൊരു ധൈര്യം വന്നത് ജിനോമിക്സ് കമ്പനി തുടങ്ങാം. ജിനോമിക്സ് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. പൊട്ടൻഷ്യലോട് നേരത്തെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടുള്ള ഒരു 4-5 കൊല്ലം എടുത്തു അത് പഠിച്ച ഒരുവിധം ഇതാക്കാൻ. പക്ഷേ എനിക്ക് മനസ്സിലായി വളരെ ക്ലിയർ ആയിട്ട്, ഇപ്പോൾ സോഫ്റ്റ്വെയറിലൊക്കെ ഞാൻ ഇറങ്ങിയ പോലുള്ള ഒരു അപ്രോച്ച് എനിക്ക് ഇവിടെ പറ്റില്ല. ബിക്കോസ് എനിക്ക് എന്തായാലും ഇനി ലാബിലൊന്നും കയറി ചെയ്യാനോ സയന്റിസ്റ്റ് ആവാനോ ഉള്ള സമയം കഴിഞ്ഞു പോയി. പക്ഷേ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ സയന്റിസ്റ്റുകളെ ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ നല്ല കൺസൾട്ടൻസിനെ US കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പല ഇന്ത്യൻസ് ആണ് മെയിൻ ഹെൽപ്പ്. ഇവിടുന്ന് പോയിട്ടുള്ള പല ഇന്ത്യൻസും പല പൊസിഷൻസിൽ നല്ല പൊസിഷൻസാണ്. അവർക്കെല്ലാം തന്നെ വലിയ ആഗ്രഹമാണ് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യാനും ഒക്കെ. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു തുടക്കമായി. എന്നാലും ക്ലാരിറ്റി ഇല്ല, എങ്ങനെയാ ഈ ബിസിനസ് മോഡൽ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണ്ടേ? അതാണല്ലോ ഒരു ബിസിനസ് പ്ലാനിന്റെ ഒരു അത് എങ്ങനെ നമ്മൾ റവന്യൂ വരും. അപ്പോൾ അതിൽ എത്ര ക്ലാരിറ്റി ഇല്ല. ജിനോമിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ജിനോമിക്സ് ഡാറ്റ വെച്ച് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്ത് അത് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള മോഡൽ ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കണ്ട. കാരണം ഞാൻ കാൽസോഫ്റ്റിലായപ്പോൾ ഞാൻ പബ്ലിക്ക് പോയി ഇൻവെസ്റ്റേഴ്സിനെ കുറെ ഫേസ് ചെയ്തിട്ടുള്ള, പക്ഷെ ഞാൻ ഗ്രൗണ്ട് അപ്പ് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അന്നൊന്നും 90s VCs ഒന്നും ഇല്ല, വെഞ്ചർ ക്യാപിറ്റൽസ് ഒന്നും ഇല്ല. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ഡിഫറെന്റ് മോഡലാണ് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത്. ടിൽ ഐ വെന്റ് പബ്ലിക്. പിന്നെ ഈ ഓയിൽ കമ്പനി, അപ്പോൾ ഒരാളെ മാത്രം നമുക്ക് ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. ഓയിൽ കമ്പനിയുടെ CEO മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്താണ് നമ്മുടെ പ്ലാൻ, എന്താ ഫണ്ടിങ് വേണ്ടത്. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ അനുഭവിച്ചിരുന്നു എന്തായിരിക്കും ഒരു ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുക, അവരുടെ വിഷമങ്ങളും നമ്മൾ പെർഫോം ചെയ്തില്ലെങ്കിൽ, ക്ലാരിറ്റി ഇല്ലെങ്കിലും ഒക്കെ തന്നെ പ്രയാസവും. പൈസ വേണമെങ്കിൽ കിട്ടിയതേ, ബിക്കോസ് എനിക്ക് അപ്പോഴും ഒരു കുറച്ച് ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാനൊരു കമ്പനി ബിൽഡ് ചെയ്തു, ഞാൻ ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ തന്നെ തീരുമാനിച്ചു ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അല്ല ഇൻവെസ്റ്റേഴ്സിനെ എടുക്കണ്ട, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അത് വെച്ചിട്ട് കുറച്ച് ബേസിക്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യാം, എന്നിട്ട് നോക്കാം എവിടെയാണ് ഓപ്പർച്യൂണിറ്റി. എന്നിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഒരു ബിസിനസ് മോഡൽ ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ 2009 ലാബ് ഇടുന്നു. പക്ഷേ ലാബിൽ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസയേ ഉള്ളൂ, അത്രയ്ക്ക് കൊല്ലങ്ങളോളം കൊണ്ടുപോകാനുള്ള പൈസയില്ല. അപ്പം എങ്ങനെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നു? അപ്പം ഇവിടെ ആരും സീക്വൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, സീക്വൻസിങ് സർവീസസ്. മാർക്കറ്റും വളരെ ചെറുത്. എന്നാലും കുറേ ലാബ്സ് ഉണ്ട് ഓൾ ഓവർ. ബയോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇന്ത്യയിൽ, ഗവൺമെന്റ് ആ മോസ്റ്റ്ലി. അപ്പോൾ അവർക്കൊക്കെ അവർ കൊറിയയിലേക്കും ചൈനയിലേക്കും ഒക്കെയാണ് അവരുടെ സീക്വൻസിങ് അയക്കുന്നത്. എന്തിനാ അവർ സീക്വൻസ് ചെയ്യുന്നത്? അവരുടെ ഓരോ റിസർച്ച് പ്രോജക്ട്സ്. ഒരാൾ ചിലപ്പം പശുവിനെ ആയിരിക്കും പഠിക്കുന്നത്, അപ്പോൾ പശുവിൻ്റെ എന്തെങ്കിലും ഒരു അസുഖം പഠിക്കാനായിട്ട് പശുവിൻ്റെ ജീനോം സീക്വൻസ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരാളൊരു ചെടിയായിരിക്കും, അപ്പോൾ ആ ചെടിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതിൻ്റെ ജീനോം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ ഞാൻ പറഞ്ഞു വരുന്ന ഒരു വളരെ വ്യത്യസ്തമായ നീഡ്സ് ആണ്. ചില ഡോക്ടേഴ്സും സയന്റിസ്റ്റുകളുണ്ട്, അവരും കുറച്ച് അസുഖങ്ങൾ പഠിക്കുന്നു. അപ്പോൾ അപ്പം ഞങ്ങൾ ഇന്ന ഡൊമൈൻ നോക്കാതെ ഞാനൊരു ജനറൽ സീക്വൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാ ഓർഗാനിസംസും ലോകത്തിലെ ഒരൊറ്റ കോഡാണ്. അപ്പോൾ സീക്വൻസിങ് മെഷീനും സോഫ്റ്റ്വെയറും എല്ലാം സെയിം ആണ്. ഡസന്റ് മാറ്റർ വെദർ ഇറ്റ്സ് എ പ്ലാന്റ് ഓർ എൻ ആനിമൽ ഓർ എനിത്തിങ് ആസ് ഫാർ ദ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആർ കൺസേൺ. ബയോളജി ഇസ് സെയിം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൈജിനോം എന്ന് ഞാൻ കമ്പനിയുടെ പേര് കൊടുക്കാനും അതായിരുന്നു കാരണം. സൈജിനോം, ഞാൻ ജിനോമിക്സ് എന്ന വാക്കിന്റെ ലാസ്റ്റ് 3 letters എടുത്ത് മുന്നിലിട്ടു, സൈജിനോം. സയൻസ് ഓഫ് ദ ജീനോം എന്നാണ് കമ്പനിയുടെ ടാഗ് നെയിം. സയൻസ് ഓഫ് ദ ജീനോം സയൻസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കാം. സീക്വൻസ്, അപ്പോൾ റവന്യൂ കിട്ടാനായിട്ട് സീക്വൻസിങ് സർവീസസും അതിനോടൊപ്പം തന്നെ ബയോഇൻഫർമാറ്റിക്സും. ഞാൻ സൈജിനോം തുടങ്ങിയപ്പോൾ 2 ഭാഗമായിട്ടാണ്. ഒരു ഹാഫ് ഞങ്ങൾ വെറ്റ് ലാബ് എന്ന് പറയും. ഈ സാമ്പിൾസ് വരുന്നു, സാമ്പിൾസിനകത്തുനിന്ന് DNA പുറത്തേക്ക് എടുക്കുന്നു, DNA സീക്വൻസ് ചെയ്യുന്നു, അത് ഒരു പ്രോസസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ഡ്രൈ ലാബ് എന്ന് പറയും. വെറ്റ് ലാബ്, ഡ്രൈ ലാബ്. ഡ്രൈ ലാബ് ഇപ്പോൾ ടിപ്പിക്കൽ ഒരു കമ്പ്യൂട്ടർ ഓഫീസിൽ കാണുന്ന
ക്യൂബിക്കിൾസിൽ മുഴുവൻ ബയോഇൻഫർമാറ്റീഷ്യൻസും ഡാറ്റ അനലിസ്റ്റും ഇരിക്കുന്നു. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്. മെഷീനിൽ നിന്ന് ഡാറ്റ നേരെ സീക്വൻസിങ് മെഷീനിൽ നിന്ന് നേരെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നു. അത് ഓരോ വലിയ സെർവേഴ്സിലേക്ക് പോകുന്നു. ആൾക്കാർ പ്രോഗ്രാംസ് എഴുതി ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നു. ഇതാണ് ഒരു സീക്വൻസിങ് കമ്പനിയിലെ വർക്ക് ഫ്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സെറ്റപ്പ് ചെയ്ത് അത് വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പ്രോജക്ട്സ് എടുത്ത് അങ്ങനെ ഒരു 3 കൊല്ലത്തോളം നമ്മൾ മെയിൻലി ഫോക്കസിങ് ഓൺ സർവീസസ് ആയിരുന്നു. പാരലറിയാണ് ഞാൻ മെഡ്ജുനൂം 2009 2010 ആയപ്പോഴാണ് മെഡ്ജുനൂം. അപ്പൊ മെഡിക്കൽ എനിക്ക് പല നോക്കി ഞങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് പല സ്ഥലത്ത് നിന്ന്. അപ്പൊ എന്നാലും എല്ലാം നോക്കുമ്പോൾ അതൊക്കെ സമയമെടുക്കും. മെഡിക്കലിലാണ് മാക്സിമം ഫാസ്റ്റ് ആവാൻ ചാൻസ് എന്ന് തോന്നി ബിസിനസ്. അപ്പൊ എന്നാൽ മെഡിക്കലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചിട്ട് മെഡ്ജുനൂം എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ആക്കി. ഒരു കമ്പനി ആക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. പിന്നെ വെറുതെ കമ്പനി ആക്കി പിന്നെ അതിന്റെ ഡേറ്റ്സ് വേണ്ട, ഒരു ഡിവിഷൻ ബ്രാൻഡ് കൊടുത്തു. ഡിവിഷൻ ഓഫ് സൈജിനോ എന്ന് പറഞ്ഞ് മെഡ്ജുനൂം ഒരു ബ്രാൻഡൊക്കെ തീരുമാനിച്ചു. മെഡിക്കൽ ജിനോം അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ തോട്ട്സ് ഒന്നും ഇല്ല എന്തൊക്കെയാണ്. പിന്നെ US നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നോക്കാമല്ലോ എന്താണ്. അപ്പൊ അവിടെയൊക്കെ നോക്കുമ്പോൾ ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ജനറ്റിക് ടെസ്റ്റിംഗ് റിസർച്ചിൽ. അപ്പൊ ഇവിടെയും ക്യാൻസർ ഞങ്ങൾ ഫോക്കസ് ചെയ്തു. ക്യാൻസറിൽ കുറച്ച് ജീൻസ് ഉണ്ട് പെട്ടെന്ന് അസുഖമായിട്ട് ബന്ധപ്പെട്ട്, കേട്ടിട്ടുണ്ടോ അറിയില്ല. ബ്രക്ക എന്ന് പറയും, BRC. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ ഒരു 10-15% ലേഡീസിന് ഈ ബ്രക്ക ജീനിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും BRC. അതുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് വേറെ മരുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല, ആ ടെസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനെ സിംഗിൾ ജീൻ ടെസ്റ്റിംഗ് എന്ന് പറയും, ഓരോ ജീൻ. അതുപോലത്തെ വേറൊരു 4-5 ജീൻസും ക്യാൻസറിൽ വളരെ പ്രധാനപ്പെട്ട ജീൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങി. പക്ഷേ വളരെ പൂറായിരുന്നു ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് എല്ലാം ആയിട്ട്. ഡോക്ടേഴ്സൊക്കെ ഒന്നാമത് നിങ്ങൾ ആരാ നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ അപ്പോൾ വലിയൊരു ട്രാക്ഷനെ കിട്ടിയിരുന്നില്ല. പിന്നെ ആഞ്ചലിന ജോളിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു, അത് കേട്ടുകൊണ്ടോ എനിക്കറിയില്ല. സിനിമാ നടി ആഞ്ചലിന ജോളി, അതൊരു വലിയ ന്യൂസായി. അവർ ബ്രക്ക പോസിറ്റീവ് ആയതുകൊണ്ട് അവർ കുട്ടികളും ഉണ്ട്. ഇനി അപ്പം എനിക്ക് എന്തിനാ ബ്രസ്റ്റും ഓവറി എന്ന് പറഞ്ഞാൽ അവരത് ഡബിൾ മാസക്ടമി ചെയ്ത് ഓപ്പണായിട്ട് പലരും ഇത് ചെയ്താൽ പറയില്ല. ഇവരത് വളരെ അതായി പറഞ്ഞ ബിഗ് ന്യൂസ് ആയി. അപ്പോൾ കുറച്ചും കൂടെ അവയർനെസ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു സാമ്പിൾ വരുന്നവന്ന് മാറി ഒരു ദിവസത്തിലൊരു സാമ്പിൾ, ദിവസത്തിൽ 2 സാമ്പിൾ ഒക്കെ വരുന്നൊരു മോഡലിലേക്ക് വന്നു. കുറച്ചൊക്കെ ആക്ടിവിറ്റി കിട്ടി. പിന്നെ അപ്പോൾ എനിക്ക് US കുറെ കമ്പനീസുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആയിരുന്നുണ്ട്. ഇപ്പോൾ ജനടെക് എന്ന് പറഞ്ഞൊരു കമ്പനി ഫസ്റ്റ് ബയോടെക് കമ്പനി എന്ന് പറയാൻ വേൾഡിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. അവിടുത്തെ കുറച്ച് സയന്റിസ്റ്റുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യ എന്നുള്ള ഡാറ്റ കിട്ടിയിട്ടില്ല. കാരണം ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ഒക്കെ നടന്നപ്പോൾ ഇന്ത്യ സഹകരിച്ചില്ല. അപ്പോൾ ഇന്ത്യൻ ഡാറ്റ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇന്ത്യക്ക് ഒരു വേഗ് റൂൾ ഉണ്ടായിരുന്നു, ഇവിടുന്ന് റിസർച്ചിനായിട്ട് സാമ്പിൾസ് പൊക്കൂടാ. ഡയഗ്നോസ്റ്റിക്സ് ഇപ്പോൾ ടെസ്റ്റിങ്ങിന് ആർക്കെങ്കിലും അയക്കാം, പക്ഷെ ഒരു 100 സാമ്പിൾ അങ്ങനെ ആയിട്ട് എടുത്തുകൂടാ, അല്ലെ അവിടെ അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഗവൺമെന്റിലൊക്കെ അപ്രൂവലിന് പോയാൽ അറിയാലോ, അതൊന്നും കിട്ടൂല. ബേസിക്കലി വിട്ടുകൂടാതാണ്. അത് കാരണം ഇന്ത്യൻ സാമ്പിൾസ് വളരെ കുറച്ച് പല റിസർച്ച് ലാബ്സിൽ കമ്പനികൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ നല്ലതാണെന്ന് തിയറിറ്റിക്കലി അവർക്കെല്ലാം അറിയാം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പോപ്പുലേഷൻ നല്ലത്? 2 റീസൺസും ഉണ്ട്. ഒന്ന്, ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ ഓൾഡാണ്. എല്ലാ ഹ്യൂമോസേപ്പിയൻസ് എല്ലാം ആഫ്രിക്കയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വന്നതാണ്, വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ളവരാണ്. അതും ഇപ്പോൾ ജിനോമിക്സ് കൂടെ വന്നപ്പോൾ വളരെ പ്രൂവണായി. പണ്ട് കുറേ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നതിനെ പറ്റി, അല്ല ചൈനയിലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതൊക്കെ 100% പ്രൂവണായി. നമ്മൾ എല്ലാ ആഫ്രിക്കയിൽ നിന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബേസിക്കലി നമ്മളെല്ലാം വളരെ സിമിലറാണ്. വളരെ കുറച്ചേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. കണ്ടാൽ ചിലപ്പോൾ നല്ല വ്യത്യാസം ഒരു ആഫ്രിക്കനും ഒരു യൂറോപ്പിനും തമ്മിൽ തോന്നിയാൽ ജിനോമിക്കലി നോക്കി കഴിയുമ്പോൾ അത്ര വലിയ വ്യത്യാസമില്ല, കുറച്ച് വ്യത്യാസങ്ങൾ. അപ്പൊ അതാണ് ഒരു റീസൺ. അപ്പൊ നമുക്ക് ഏൻഷ്യൻ പോപ്പുലേഷൻ വെച്ച് നമ്മൾ പഠിക്കാം. സെക്കൻഡ് റീസൺ, അത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റീസൺ, നമ്മുടെ പോപ്പുലേഷൻ നമ്മളൊരു 1500-2000 കൊല്ലം മുമ്പ് നമ്മൾ ഈ കാസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആദ്യം ഒരു വർക്ക് വെച്ചിട്ടൊക്കെ അത് തുടങ്ങി. നിങ്ങൾ ഇന്ന ജോലി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ മാത്രം കല്യാണം കഴിക്കുന്നു, അങ്ങനെ ആയിട്ട് വന്നു. പിന്നെ ഒരു ആദ്യത്തെ 500 കൊല്ലമൊക്കെ അങ്ങനെ ഒരു സോഫ്റ്റ് ഡിവിഷൻ ആയിരുന്നു. പിന്നെ ഒരു 1500 കൊല്ലം മുമ്പ് അതങ്ങ് ഹാർഡ് ഡിവിഷനായി. കൊല്ലുന്നൊക്കെയുള്ള പോലെ, ഇന്ന ജാതിയിലാണെങ്കിലേ പറ്റുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് കല്യാണം കഴിച്ചുകൂടാ. നമ്മളെക്കാട്ടിലും സൗത്ത് ഇന്ത്യയിൽ എനിക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വളരെ സ്ട്രോങ്. അത് ശരിക്കും കാണാം. ഞാൻ വെറുതെ ഒരു ഹൈപ്പിന് വേണ്ടി പറയുന്നല്ല കേട്ടോ. ഞാൻ വേറെ ചില എക്സാമ്പിൾസ് ഒക്കെ പറയാം, നമുക്കത് ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ പറയാം, കണ്ടിന്യൂറ്റി പോകാതിരിക്കുക. ഞങ്ങൾ ഇതിന് ശേഷം കേട്ടോ, ഞാൻ മെഡ്ജിനോമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചുകൂടെയൊക്കെ കമ്പനി വലുതായിട്ട് ഞങ്ങളൊരു പ്രോജക്ട് ചെയ്തായിരുന്നു വെസ്റ്റ് ബംഗാളിലെ ഒരു വില്ലേജിൽ. ചെറിയ വില്ലേജ്, വെസ്റ്റ് ബംഗാൾ സിറ്റിയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. ചെറിയ വില്ലേജ്, ഒരു 3-4 കിലോമീറ്റർ വിസ്തീർണമുള്ളൊരു വില്ലേജ്. അവിടുത്തെ ആൾക്കാരെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു 10,000-2,500 കൊല്ലം ചില ഗ്രൂപ്പ്സും മറ്റു ഗ്രൂപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ടില്ല. ജനറ്റിക്കലി ക്ലിയർ ആയിട്ട് കാണാം. ഒരു PCA ഗ്രാഫ് എന്ന് പറയും. ഒരു ഗ്രാഫ് ഉണ്ടാക്കി നമുക്ക് ഓരോ ആൾക്കാരെയും പ്ലോട്ട് ചെയ്യാം. അനലൈസ് ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇയാൾ ഏതാണ്, വെറുതെ സാമ്പിൾസ് കൊടുത്തിട്ടുള്ളൂ. 500 സാമ്പിൾസ് കൊടുത്തു. അതെല്ലാം സീക്വൻസ് ചെയ്ത് ആ PCA ഗ്രാഫിൽ നോക്കും അവരുടെ ഹിസ്റ്ററി ഒന്ന് കാണാനായിട്ട്, ജനറ്റിക് ഹിസ്റ്ററി ഒന്ന് കാണാനായിട്ട്. കാണുമ്പോൾ ശരിക്കും കാണാം, ക്ലസ്റ്റേഴ്സ് ആയിട്ട് അങ്ങ് കൂടും. പിന്നെ അവരുടെ ആളാരാന്ന് നോക്കിയെടുത്ത് മുഖം വെച്ച് നോക്കുമ്പോൾ ബ്രാഹ്മിൻസും അവിടുത്തെ ട്രൈബൽസുമായിട്ട് ഒരു 10,000-2,500 കൊല്ലം they have not even interacted even once.
അത്ര ഡിഫറൻഷിയേഷൻ കാണാം. എന്നാൽ കുറച്ചൊക്കെ മാറി മാറി വരുമ്പോൾ ലോവർ കാസ്റ്റുകളുടെ ഇടയിലൊക്കെ മിക്സ് കാണാം കുറേശ്ശെ കുറച്ച്. അത്ര യു കൻ സീ ഇറ്റ് സോ ക്ലിയർലി. അപ്പൊ അത്ര സ്ട്രോങ് ആയിട്ട്. അപ്പൊ കമ്മിങ് ബാക്ക് ടു ഒറിജിനൽ സ്റ്റോറി, വൈ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് ഈ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ മിക്സിങ് കൂടും. ഈ പുറത്തുള്ള മിക്സിങ് കുറയും, ഇന്റേണൽ മിക്സിങ് കൂടും. ഇന്റേണൽ മിക്സിങ് കൂടുമ്പോൾ നമുക്ക് ജനറ്റിക് പ്രോബ്ലംസ് വരാൻ വളരെ ഹൈ ചാൻസ് ആയി. കാരണം സെയിം അടുത്തടുത്ത ബന്ധുക്കളാണ് കല്യാണം കഴിക്കും. അങ്ങനെ വരുമ്പോൾ കുറേ പ്രോബ്ലംസ് ആവും. പല അസുഖങ്ങളും പഠിക്കാൻ ഈ ഡാറ്റ സാധാരണ വെസ്റ്റേണിലുള്ള കിട്ടുന്ന കൺട്രീസിലൊക്കെ കിട്ടുന്ന ഡാറ്റേനെക്കാട്ടിലും വളരെ യൂസ്ഫുൾ ആയി ഇന്ത്യൻ ഡാറ്റ. അപ്പൊ അതുകൂടെ അതൊക്കെ അവർക്കറിയാം. നമ്മളൊന്നും അത് ഫുൾ മനസ്സിലാക്കിയിരുന്നില്ല അവരെന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡാറ്റ. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഡാറ്റ ഞങ്ങൾക്ക് സാമ്പിൾസ് അയക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ലാബുണ്ട്. അപ്പൊ അത് കാരണം നിങ്ങൾ വർക്ക് തന്നാൽ ഞങ്ങളുടെ ലാബിൽ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യണം, നമുക്കൊരു കൊളാബറേഷൻ പ്രോജക്റ്റ് ആയാലും ഞങ്ങൾ ഡാറ്റ ഷെയർ ചെയ്യാം, അതിന് ഗവൺമെന്റ് അലോ ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പ്രോജക്ട്സ് കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. കുറേശ്ശെ ഡയഗ്നോസ്റ്റിക് സാമ്പിൾസും കൂടി തുടങ്ങി ക്യാൻസറിൽ നിന്നൊക്കെ ഉള്ളത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ലാർജർ ഓർഡേഴ്സ് ആണ് ഇവരുടെ ആകുമ്പോൾ. ഇവർക്ക് 1000 സാമ്പിൾ വേണം ഒരു ടൈപ്പ്. നല്ല ചില ക്ലിനീഷ്യൻസും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇതൊക്കെ എങ്ങനെയാണെന്ന്. അവരും എല്ലാം സഹകരിച്ചു. ഡോക്ടർ മോഹൻ ഉണ്ട് ഡയബറ്റീസിൽ, ചെന്നൈയിൽ, മലയാളിയാണ്, പക്ഷേ ചെന്നൈയിലെ ഒരു പ്രസിദ്ധ ഡയബറ്റീസിൽ ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറയും ഡോക്ടർ മോഹൻ. ഡോക്ടർ IC വർമ്മ ഫ്രം ഡൽഹി, ഡോക്ടർ മാമൻ ചാണ്ടി ഫ്രം കൽക്കട്ട. ഇങ്ങനെയൊക്കെയുള്ള നല്ല ചില ക്ലിനീഷ്യൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട എന്താണ് ജിനോമിക്സ് എങ്ങനെയാണെന്നുള്ളത്. ദേ നോ. അപ്പോൾ അവർ സോ ഹാപ്പി, അവിടെ ലാബ് ഉണ്ടല്ലേ, ശരി ചെയ്യാം, അവരും സഹകരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ധാരാളം കുറേ പ്രോജക്ട്സ് കിട്ടി. അത് രണ്ടും ആയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി, ഇനി നമുക്ക് ഇതൊരു കമ്പനി തന്നെ ആക്കാം. ബിസിനസ് മോഡൽ ക്ലിയർ ആയി. 2 സ്ട്രീം ഓഫ് റവന്യൂ. ഒരു ബിസിനസ് മോഡൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? കുറച്ച് മണി കമ്മിങ് ഫ്രം. ദാറ്റ് മീൻസ് ഹൂ ഇസ് യുവർ കസ്റ്റമർ. ആരാണ് നിങ്ങളുടെ കസ്റ്റമർ? മെയിൻ ചങ്ക്സ് ആയിട്ടോ. എൻ്റെ കസ്റ്റമർ അല്ല, സെഗ്മെന്റ്സ്. നിങ്ങളുടെ കസ്റ്റമർ സെഗ്മെന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ എൻ്റെ കസ്റ്റമർ സെഗ്മെന്റ് 2. ഒന്ന്, ലാർജ് ഫാർമ ആൻഡ് റിസർച്ച് കമ്പനീസ് ഇൻ ദ US who have money to do large research projects. And the second customer segment, people here, hospitals and who have patients for whom some tests can be done. This is diagnostics, that is research. അങ്ങനെ നോക്കുമ്പോൾ 2 പക്ഷേ എക്യുപ്മെന്റ്സും ഡാറ്റ വർക്ക് ഫ്ലോ എല്ലാം സെയിം ആണ്. സെയിം എക്യുപ്മെന്റ്. അത് നല്ലൊരു മോഡലായി, നല്ലൊരു ബിസിനസ് മോഡലായി. അപ്പൊ പക്ഷെ ഇനി നല്ല ലാബും വേണം. ഇപ്പൊ ഞാൻ പലതും ചെയ്യുന്ന ഒരു ലാബാണ് കൊച്ചിയിലത്തെ ലാബ്. ഞാൻ പറഞ്ഞ അവിടെ ആനിമൽസിന്റെ സാമ്പിൾസും വരുന്നുണ്ട്, അപ്പോൾ ഇപ്പൊ പ്ലാന്റ് സാമ്പിൾസും വരുന്നുണ്ട്. സോ അപ്പോൾ കോൺഫിഡൻസുമായി പുറത്തുനിന്ന് പൈസ എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി. നമ്മൾ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു സിംഗപ്പൂരിലുള്ള ഒരു ഫണ്ടാണ് നമുക്ക് ആദ്യത്തെ 4 മില്യൺ തരുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റ് സ്മോൾ റൗണ്ട്. ആ പൈസ വെച്ച് നമ്മൾ ഈ ലാബിൽ നിന്നല്ല, ഒരു ഹ്യൂമന് മാത്രമുള്ള ഒരു ലാബ് ബാംഗ്ലൂർ സെറ്റപ്പ് ചെയ്തു. ആലോചിച്ചു ഇപ്പൊ നോക്കുമ്പോൾ ഒരു മണ്ടത്തരമായി ബാംഗ്ലൂർ സെറ്റപ്പ് ചെയ്തു. പക്ഷെ അന്ന് വിചാരിച്ചു കേരളമായ ബുദ്ധിമുട്ടായിരിക്കും സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ അറ്റെത്താൻ. ഹോസ്പിറ്റൽ സാമ്പിൾസ് ആകുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ടേൺ റൗണ്ട് വേണം. ഒരു സിറ്റി ബാംഗ്ലൂർ വന്ന വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പുതിയ ലാബ് മെഡ്ജിനോം എന്നുള്ളൊരു കമ്പനിയാക്കി. പുറത്തെ ഇൻഡസ്ട്രി ആദ്യമായിട്ട് വന്നു. പക്ഷെ ആദ്യം തന്നെ ഒരു ബ്രാൻഡ് അങ്ങനെ വെച്ചുകൊണ്ട് നന്നായി. ആൾക്കാരെ സംബന്ധിച്ചോളം സാമ്പിൾസും കസ്റ്റമേഴ്സിനൊക്കെ മെഡ്ജിനോം തന്നെ. പിന്നെ 2013 നടന്നത്. 2013 തൊട്ട് 2015 ആയപ്പോൾ ഞങ്ങൾ US ഒരു ഓഫീസ് എടുത്തു. അവിടെ ടെസ്റ്റ് ചെയ്യാനല്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രോജക്ട്സ് ഒക്കെ വരുന്നതുകൊണ്ട് ഒരു ഓഫീസ് ഉണ്ടെങ്കിലും ഒരു ലാബ് ഉണ്ടെങ്കിലും അവിടെ ചില സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ചില പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങോട്ട് പല കമ്പനികൾക്ക് ഇങ്ങോട്ട് അയക്കാൻ താല്പര്യമില്ല, അവിടെ തന്നെ ചെയ്യണം. അങ്ങനെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഞാൻ എന്തായാലും ഫാസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലാബ് എടുത്തു നമ്മൾ. അപ്പോഴേക്കും നമുക്ക് 2015 സെക്കൻഡ് റൗണ്ട് ഓഫ് ഫണ്ടിങ് എടുത്ത് ഇത്രയും ഗ്രോ ചെയ്തെന്ന് മനസ്സിലായപ്പോൾ അപ്പോഴാണ് ഒരു ബ്രാൻഡ് ഉള്ള ഒരു VC വന്നത്. സിക്കോയ കേട്ടുകയാണ് നിങ്ങൾക്ക്. അപ്പൊ സിക്കോയ ഞാൻ പലയിടത്തും സമീപിച്ചു, പെട്ടെന്ന് ഇമെയിൽസ് അയച്ച്. സിക്കോയ പക്ഷേ വളരെ ഇങ്ങനെ റാഞ്ചി വന്നു. നമുക്ക് നേരത്തെ പറയുള്ളൂ, നമ്മൾ അവരെ കൺവിൻസ് ചെയ്യേണ്ടയും എൻ്റെ മിടുക്ക് കാണിക്കേണ്ടതൊന്നും വന്നില്ല. അവരെ ഇങ്ങോട്ട് വന്നു, പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഒരാഴ്ച കൊണ്ട് ടേം ഷീറ്റ് വന്നു. റെഡിയാണോ, സൈൻ ചെയ്യാം. നല്ല വാല്യൂഷൻ തോന്നരുത്. പൈസ നമ്മൾ ചോദിച്ചാൽ 2 ഘട്ടമായിട്ട് തരാം. നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു 75% ഇപ്പം തരാം, 25% 30% നിങ്ങൾ ഒരു 6 മാസം നിങ്ങളുടെ നമ്പർ അതോട് കാണിക്കും, തരാം. ശരി നോക്കി. അങ്ങനെ അവരിൽ ഒരാൾ ബോർഡിൽ വന്നു, ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വന്നു. പിന്നെ കമ്പനി നന്നായിട്ടൊക്കെ വളർന്നു. ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ പറ്റി. ഞാൻ അതിൻ്റെ CEO ആയിട്ട് ഞാൻ തന്നെ റൺ ചെയ്തു. സൈജനോം റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ 1 കൊല്ലം 2 കൊല്ലമൊക്കെ മെഡ്ജിനോമിനെ ഒന്ന് നന്നായി ആക്കിയ ശേഷം ഒരു CEOനെ പുറത്തുനിന്ന് വേറെ CEOനെ കൊണ്ടുവന്നിട്ട് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. കാരണം ഈ ഇൻക്യുബേറ്റർ ആക്കാനുള്ള റീസൺ ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്, അതായത് എല്ലാ ജീവജാലങ്ങളും ഈ സെയിം DNA ആണ്. ഇപ്പൊ ലാബ് പലതിനും ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ സൈജനോം തന്നെ സയൻസ് ഓഫ് ദ ജീനോം. അപ്പൊ മെഡ്ജിനോം വാസ് ഓൺലി 1 പോസിബിലിറ്റി. അപ്പൊ എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു പല ചെയ്യാൻ പറ്റും. അപ്പൊ സെക്കൻഡ് കമ്പനി മെഡ്ജിനോം സെപ്പറേറ്റ് ചെയ്ത് കമ്പനി ആക്കിയപ്പോൾ ഞാൻ അഗ്രിജിനോം എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ തുടങ്ങി 2013 തന്നെ. നമ്മുടെ സൈജനോം ആ മോഡൽ ക്ലിയർ ആയി, ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അഗ്രികൾച്ചറിൽ മാത്രം അത് ഫോക്കസ് ചെയ്തു. ഒരു ടീമിനെയൊക്കെ ഹയർ ചെയ്ത്
ഹൈദരാബാദിൽ നിന്ന് കണ്ടു, നല്ല സയന്റിസ്റ്റിനെ കിട്ടി. അവർ അഗ്രികൾച്ചറൽ ജിനോമിക്സിൽ മാത്രം ഓരോ പ്ലാന്റ് എടുത്ത് പഠിക്കുക, പ്ലാന്റിനെയാണ് വർക്കും ചെയ്യുന്നത് കസ്റ്റം. അത് 2016 അത് ഞാൻ സ്പിൻ ഓഫ് ചെയ്ത് അതൊരു സെപ്പറേറ്റ് കമ്പനി ആക്കി. അതെ. അപ്പൊ ഞാൻ പക്ഷെ ഞാൻ മെഡ്ജിനോമുണ്ട്, സൈജിനോമുണ്ട്, മെഡ്ജിനോമുണ്ട്, അഗ്രിജിനോമുണ്ട്, പിന്നെ ഒരു കമ്പനി അങ്ങനെ 2-3 കമ്പനീസ് കൂടെ പിന്നെ തുടങ്ങി. ജേണി ബോറടിക്കും. പക്ഷെ ആ സൈജിനോം എന്നുള്ള ഇൻക്യുബേറ്ററിൽ അങ്ങനെ ഒരു 4 കമ്പനീസ് സ്പിൻ ഓഫ് ചെയ്തു സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ അപ്പൊ അതിന്റെ പാരലൽ തന്നെ ഞങ്ങൾ ഒരു ഫൗണ്ടേഷൻ കൂടെ വേണം തോന്നി. ഇവിടെ ആരും അധികം കൊളാബറേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ സൈജിനോം റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിൻലി കോൺഫറൻസസ് നടത്താനായിരുന്നു അതിന്റെ മെയിൻ ഉദ്ദേശം, എഡ്യൂക്കേഷൻ. ഞങ്ങൾ ധാരാളം കോൺഫറൻസസ് നടത്തി എല്ലാ സ്ഥലങ്ങളിലും. പക്ഷെ ഒരു മെയിൻ കോൺഫറൻസ് NGBT എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിട്ട് എല്ലാ കൊല്ലവും അതൊരു ഡിഫറെന്റ് സിറ്റീസിൽ വെച്ച് നടത്തി. ഞങ്ങൾ ജെനടെക്കും ഇലൂമിന അങ്ങനെ കമ്പനീസൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തു. അത് ഈ സൈജിനോം റിസർച്ച് ഫൗണ്ടേഷന്റെ കീഴിലായിരുന്നു ഞങ്ങൾ ചെയ്തത്. അങ്ങനെ കുറേ കൂടെ കൊളാബറേറ്റീവ് റിസർച്ചും നെറ്റ്വർക്കിംഗ് വേണ്ടി അതായിരുന്നു എൻ്റെ ജിനോമിക്സ് ജേണി. അപ്പം നല്ല ജേണിയായിരുന്നു. പക്ഷെ നല്ല സ്ട്രെയിൻ ആയിരുന്നു. ഞാൻ ഈ കമ്പനീസിലൊന്നും എനിക്ക് കറക്റ്റ് CEO ഒന്നും വെച്ച് മാറ്റാൻ പറ്റിയില്ല. കുറച്ച് ലോഡ് കൂടി ഓവർലോഡായി. എൻ്റെ ഇടയിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഇനി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം എന്നുള്ള ഒരു അപ്രോച്ചിൽ ഇരുന്നപ്പോൾ, പക്ഷേ നമ്മൾ ഈ ഗെറ്റിംഗ് എ ടൈഗർ ബൈ ദ ടെയിൽ എന്ന് പറയില്ല, പിടിക്കാൻ പിന്നെ എങ്ങനെ വിടുന്നുള്ളതാണ് വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അപ്പോഴാണ് നിർഭാഗ്യവശാൽ കോവിഡ് വന്നു. പക്ഷെ അത് ഓരോരുത്തരൊരു ഭാഗ്യമായി. കാരണം അപ്പോൾ യാത്രയൊന്നും ചെയ്യാൻ വയ്യല്ലോ, ഒരിടത്താൻ എന്നേ പറ്റുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റി എല്ലാവരും ഞാൻ തന്നെ ഇല്ലെങ്കിലും കാര്യമൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം അങ്ങനെ മെഡ്ജിനോമിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റി. കോവിഡ് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ മെഡ്ജിനോമിൽ നിന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇറങ്ങി. പിന്നെ കമ്പനിയിൽ നിന്ന് മാറാൻ കുറച്ച് 1.5 കൊല്ലം കൊടുത്തു. അങ്ങനെ എല്ലാ കമ്പനി ഞാൻ പിന്നത്തെ ആ കോവിഡ് പീരീഡിലുള്ള 2-3 ഇയേഴ്സ് കൊണ്ട് ഞാൻ എല്ലാ കമ്പനീസിൽ നിന്നും ജിനോമിക്സ് ജേണി ഒന്ന് മതിയാക്കാന്ന് വെച്ചു. അങ്ങനെ ജിനോമിക്സ് ജേണി അങ്ങ് നിർത്തി, അതിൽ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് ആ പുസ്തകം എഴുതിയത്, സാംസ് 12 കമാൻഡ്മെന്റ്സ് ഓഫ് ദി ഇന്ത്യൻ ഓൺട്രപ്രണർ. അപ്പോൾ ഞാനിങ്ങനെ കാണുന്നുണ്ട് ധാരാളം ഓൺട്രപ്രണേഴ്സ് ഇവിടെ ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ കുറേ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരും കാണിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഈ ബുക്ക് വായിച്ചാൽ എൻ്റെ മണ്ടത്തരങ്ങളെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ആൻഡ് ലേണിംഗ്, മിസ്റ്റേക്സ് ആൻഡ് ലേണിംഗ്. അപ്പം അങ്ങനെ 12 കമാൻഡ്മെന്റ്സ് ബുക്ക് ഇറക്കി. അതൊക്കെയായിരുന്നു ഫൗണ്ടേഷൻ മാത്രം. പിന്നെ എൻ്റെ കോർ ലാബ് സൈജിനോം എന്നുള്ളത് ഞാൻ വിട്ടില്ല. അത് ഇൻവെസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മാത്രമാണത്. അപ്പോൾ അത് അവിടെ ഞാൻ വേറെ എൻ്റെ കമ്പനീസ് അല്ലെങ്കിൽ വേറെ 1-2 കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ചെസ്സിനകത്തുള്ള പഴയ ലാബ് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ലാബുണ്ട്. പിന്നെ ഞാൻ കൂടുതലും കഴിഞ്ഞ 2-3 കൊല്ലം ഈ ഫൗണ്ടേഷൻ, പിന്നെ കേരള ഗവൺമെന്റ് അതിൻ്റെ ഇടയിൽ എന്നോടൊന്ന് സമീപിച്ചിരുന്നു. ജിനോമിക്സിന്റെ ഒരു ഗവൺമെന്റ് ഒരു അഡ്വൈസറായിട്ട് ചെല്ലാൻ പോകുന്നു. അത് ഇതിനിടയിൽ അപ്പോൾ അത് ജോയിൻ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കേരള ജിനോം ഡാറ്റാ സെന്റർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഒക്കെ സജസ്റ്റ് ചെയ്തു. അത് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു 500 കോടിയൊക്കെ അതിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ലോ ആയിട്ട് അത് പോകുന്നത്. അത് നടക്കുമായിരിക്കും. പിന്നെ ഇങ്ങനെ കുറച്ച് ഗവൺമെന്റിന്റെ ഞാൻ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ബോർഡിൽ, ഗവർണിംഗ് ബോർഡിലുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് നല്ല സഹകരണമുണ്ട്.